അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ്. ഫസ്റ്റ് പാൻ എടുത്തു, അതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ചിക്കനും ഫ്രൈഡായി. അപ്പോൾ നമ്മളിനി ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇതിട്ടു, അതിനകത്തേക്ക് വെജിറ്റബിൾസ് ഇട്ടു. നന്നായിട്ട് വഴണ്ടതിന് ശേഷം സോയ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത റൈസ് ഇട്ടു. അതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടി, ഫ്രൈഡ് ചിക്കൻ, പിന്നെ മല്ലിയില ഇത്ര ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ ഫ്രൈഡ് റൈസ് സെറ്റാവും. അതിനുശേഷം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓയിൽ എടുത്തു, അതിനകത്തേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ടു, പിന്നെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഇട്ടു. അത് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ സോയ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി പൗഡർ ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫ്രൈഡ് ചിക്കനും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. അപ്പോൾ ഒരേ ടൈമിൽ നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡി. ഇനി പാത്തു നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് കാണാം. അങ്ങനെ പാത്തു അപ്രൂവ് ചെയ്തതിന് ശേഷം ഞാൻ കഴിക്കാൻ തുടങ്ങി. എനിക്ക് അല്ലെങ്കിലും ഉമ്മയുടെ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.